സിബി സത്യൻ ഇതൊക്കെ ഉള്ള കാര്യം തന്നെയാണ്. വീണ വിജയൻ ഇത്തരം കാര്യങ്ങളിൽ ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല. അത് SFIO റിപ്പോർട്ട് എടുത്ത് വായിച്ചാൽ, താങ്കൾ വായിച്ചുവല്ലോ, അതിപ്പോൾ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് SFIO റിപ്പോർട്ട്. അതിൽ ഈ SFIO ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് വീണ വിജയന് ഉത്തരം നൽകാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് അവരുടെ ഒപ്പം നിൽക്കാമായിരുന്നു. പക്ഷേ ശ്രീ സിബി സത്യൻ ഇതിനകത്തൊക്കെ ഒരു അഡ്വൈസറുടെ റോളിൽ, ഒരു കൺസൾട്ടൻറ്റിൻ്റെ റോളിൽ ആണ് പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെന്ത് രേഖ ഹാജരാക്കാനാണ്? വാക്കാലാണ് നിർദ്ദേശങ്ങൾ നൽകുന്നത്. ഒരു എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്ങിന് വേണ്ടിയുള്ള ഒരു സോഫ്റ്റ്വെയർ, ERP സോഫ്റ്റ്വെയർ ഉണ്ടാക്കുവാനുള്ള നിർദ്ദേശം കൊടുത്തു. അവർ അതുമായുള്ള ചർച്ചകളുമായിട്ട് പോയി. ഇത് മാസങ്ങളെടുക്കുന്നതാണല്ലോ. പക്ഷേ അവസാനം തീരുമാനിക്കുന്നു അത് എക്സാലോജിക്ക് ഉണ്ടാക്കേണ്ട, അത് രൂപകൽപ്പന ചെയ്യാൻ പുതിയ ആരെയും ഏൽപ്പിക്കേണ്ട, ഇപ്പോൾ മാർക്കറ്റിൽ നിലവിലുള്ള ഒരു സോഫ്റ്റ്വെയർ മതി, അത് പണം കൊടുത്ത് വാങ്ങാം, ഇതിലേക്ക് വരുന്നു. അപ്പോൾ എക്സാലോജിക്ക് അവിടെ കൊണ്ട് നിർത്തുന്നു. പക്ഷേ ഞാൻ വീണ്ടും കൺസൾട്ടൻസി സർവീസ് തുടരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുണ്ടല്ലോ, അഡ്വൈസറുടെ റോൾ, കൺസൾട്ടന്റിന്റെ റോൾ എന്നൊക്കെ പറയുന്നത് അങ്ങനെയുണ്ട് എന്നും പറയാം. മഞ്ജുഷ, ഈ കൺസൾട്ടന്റ് എന്ന് പറയുന്നത് വളരെ ഒരു വലിയ സാധ്യതയുള്ള പദപ്രയോഗമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് പണം വാങ്ങണമെങ്കിൽ എനിക്ക് ഒരു കൺസൾട്ടന്റ് ആയാൽ മതി. എന്ത് സർവീസ് നൽകി എന്നുള്ളത് അത് എഴുതി വെക്കുന്നത് പോലെയുള്ള ഒരു സംവിധാനം മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് എനിക്ക് ഒരു നിശ്ചിത തുക എല്ലാ മാസവും തരണം ഏതെങ്കിലും കാരണത്താൽ, കൺസൾട്ടന്റ് ആവുക എന്നുള്ളതാണ്. അപ്പൊ ഈ കൺസൾട്ടന്റ് ആയാലുള്ള ഗുണം, അല്ലാതെ പണം തരാം, പക്ഷെ അത് ബ്ലാക്ക് മണി ആവും. അത് നമുക്ക് പറഞ്ഞതുപോലെ ടാക്സ് അടയ്ക്കാത്ത ക്യാഷ് ആയിട്ട് തരുന്ന പൈസയാകും. അതല്ലാതെ നിങ്ങൾക്ക് ലെജിറ്റിമേറ്റ് ആയിട്ട് GST അടച്ച് ടാക്സ് അടച്ച് നിങ്ങളുടെ കയ്യിലേക്ക് പണം വരുന്ന ഏറ്റവും സുന്ദരമായ ഇടപാടുകളിലൊന്നാണ് ഈ കൺസൾട്ടൻസി സർവീസ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ നിലവിലുള്ള SFIOയുടെ റിപ്പോർട്ട് വെച്ച് നോക്കുമ്പോൾ വീണ വിജയൻ പ്രത്യേകിച്ച് കാര്യമായി യാതൊരു സേവനവും ചെയ്തിട്ടില്ല. അപ്പൊ അവരുടെ തന്നെ മൊഴിയിൽ നിന്ന് മനസ്സിലാവുന്നത്, അവരൊരു 1-2 യോഗങ്ങളിൽ പങ്കെടുത്തിട്ട് ഓക്കെ, നമ്മളൊരു ERP സിസ്റ്റം വേണമെന്ന് സജസ്റ്റ് ചെയ്തു. ആ ERP സിസ്റ്റം എന്താകണം എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള വളരെ വേഗമായിട്ടുള്ള ചില വാചകങ്ങൾ മാത്രമാണ് അവരുടെ സർവീസിനെ കുറിച്ച് കാണുന്നത്. എക്സാലോജിക് എന്ന് പറയുന്നത് കമ്പനി എന്തെങ്കിലും സർവീസ് കൊടുത്തതായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് CMRLന്റെ അടക്കം ഉന്നത ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് അങ്ങനെ സർവീസ് ഉണ്ടായിട്ടില്ല എന്നാണ്. അതോടൊപ്പം തന്നെ ഈ എക്സാലോജിക്കിൽ നിന്ന് ഉണ്ടായിരുന്ന 3-4 ജീവനക്കാരുടെ മൊഴിയെടുത്തിട്ടുണ്ട്. ആ മൊഴിയിൽ അവരും പറയുന്നത് അവര് കമ്പനി വിടുന്നത് 2018-ലും 2019-ലും ഒക്കെ കമ്പനി വിടുന്നത് വരെ യാതൊരു തരത്തിലുള്ള സർവീസുകളും അവരും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാവേണ്ടത്, ഈ ഇൻകം ടാക്സ് റെയ്ഡിന് ശേഷം ഈ കമ്പനികളുടെ എല്ലാ ഇൻവോയ്സുകളും അവർ റേസ് ചെയ്ത് നിർത്തുകയും വീണ വിജയന്റെ പേഴ്സണൽ കൺസൾട്ടൻസി മാത്രം തുടരുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതൊരു വളരെ ക്ലിയർ കേസ് ഓഫ് എന്താ പറയുന്നത്, നമ്മുടെ ഒരു പറ്റിക്കൽ സംവിധാനമാണിത് ബേസിക്കലി. കാരണം 50 ലക്ഷം രൂപ കർത്തയുടെ കമ്പനിയിൽ നിന്ന് 2 തവണയായിട്ട് 25+25 50 ലക്ഷം രൂപ വീണ വിജയന്റെ കമ്പനിക്ക് ലോൺ കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് ആ ലോൺ കൊടുത്തത്? ഒരു NBFC വഴിയാണ് ആ ലോൺ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ആകെപ്പാട് തിരിച്ചടച്ചിരിക്കുന്നത് 4 ലക്ഷം രൂപയാണ്. നമ്മൾ 50 ലക്ഷം രൂപ ലോൺ കൊടുത്ത് 4 ലക്ഷം രൂപ തിരിച്ചടച്ച് ഇത്രയും വർഷത്തിനുള്ളിൽ എത്രയോ നിയമ നടപടി ഉണ്ടാവേണ്ടതാണ്. ഒരു നിയമ നടപടി ഉണ്ടായില്ല. അതിനുശേഷമാണ് ഈ കൺസൾട്ടൻസി കരാർ വരുന്നത്. ഈ കരാർ, നേരത്തെ ശ്രീ വസന്ത് പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് രാഷ്ട്രീയ നേതാക്കൾ പലരും പണം വാങ്ങിയിട്ടുണ്ട്. അവരുടെ എല്ലാം ഇനിഷ്യൽസ് അവിടെ ഉണ്ട്. അവരെല്ലാം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് പൈസ വാങ്ങുന്നു. രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വലിയൊരു തുക ആവശ്യമുണ്ട്. ഈ പറഞ്ഞതുപോലെ എല്ലാ കമ്പനികളിൽ നിന്നും അതുപോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നും ഒക്കെ ഇവർ പണം വാങ്ങാറുണ്ട്. വ്യവസായികളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാറുണ്ട്. അതൊരു സ്വാഭാവികമായ പ്രത്യേകതയാണ്. അത് നിയമപരമാണോ ക്യാഷായിട്ട് വാങ്ങുന്നതെന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ ഒരു ചോദ്യമാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല സംഭവം. ഇവിടെ അതിന് അക്കൂട്ടത്തിൽ PV എന്ന് പറയുന്നത് പിണറായി വിജയൻ അടക്കമുള്ള ആൾക്കാരുണ്ടാകും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്ന് പറയുന്നത് ഒരാൾ പണം സ്വന്തം പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല ഇത് വാങ്ങിച്ചിരിക്കുന്നത്. പാർട്ടിക്ക് വേണ്ടി വാങ്ങിച്ചതാണെങ്കിൽ വീണ വിജയൻ വഴി ഈ പണം വരേണ്ട കാര്യമില്ല. അപ്പൊ വീണ വിജയൻ ഒരു കമ്പനി ഉണ്ടാക്കുന്നു. ആ കമ്പനിയിൽ 3-4 ജീവനക്കാരെ വെക്കുന്നു. ഈ ജീവനക്കാർക്ക് കാര്യമായ വർക്കുകളൊന്നുമില്ല. കാരണം 1-2-3 സ്കൂളുകളിൽ ഒരു ചെറിയ സോഫ്റ്റ്വെയർ സംവിധാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒഴിച്ചാൽ വേറെ സീരിയസ് ആയ യാതൊരു വർക്കുകളും ഈ കമ്പനി ചെയ്തതായിട്ട് കാണുന്നില്ല. അവരുടെ ഏറ്റവും വലിയ വരുമാനം എക്സാലോജിക്കുന്നുള്ള ഈ ഒരു വരുമാനം മാത്രമാണ്. നേരത്തെ താങ്കൾ ഈ 50 ലക്ഷം വായ്പയുടെ കാര്യം പറഞ്ഞിരുന്നു. ഈ 50 ലക്ഷം രൂപയുടെ വായ്പ അത് തിരിച്ചടച്ചത് ആകെ 4 ലക്ഷം രൂപ വരെയാണ്. പക്ഷേ ഈ കരാർ വന്നതിന് ശേഷം കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുന്നുണ്ട്. അത് വളരെ രസകരമാണല്ലോ ആ കാര്യം. അതായത് എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് വരുന്ന തുക അതേപടി EICPL എന്നുള്ള, അതായത് എംപവർ ഇന്ത്യ കമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയിലേക്ക്, ബാങ്കിങ് സ്ഥാപനത്തിലേക്ക് പോവുകയാണ്. അത് കർത്തയുടെ ഭാര്യയുടെയും ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ്. അതായത് 3 ലക്ഷം രൂപ ക്രെഡിറ്റ് ആവുകയാണെങ്കിൽ അതിൽ നിന്നും ആ 3 ലക്ഷം രൂപ അതേപടി ഈ സ്ഥാപനത്തിലേക്ക്,
എംപവർ ഇന്ത്യയിലേക്ക് പോകുന്നു. അങ്ങനെ വന്ന് 45 ലക്ഷം രൂപ ആ വായ്പയിൽ ക്രെഡിറ്റ് ആയി കഴിഞ്ഞു. അതായത് CMRL നിന്ന് കിട്ടുന്ന തുക അതേപടി 48 ലക്ഷം രൂപ കിട്ടിയപ്പോൾ അതിൽ 45 ലക്ഷവും അങ്ങോട്ട് ക്രെഡിറ്റ് ആവുന്നു എന്നും ഈ ചാർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് പബ്ലിക് മണിയാണ് വീണ വിജയന്റെ ലോൺ അടയ്ക്കാൻ വേണ്ടി അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് എവിടെയാണ്? പബ്ലിക് മണി എന്ന് പറയുന്നത് CMRLന്റെ ഫണ്ടാണ്. ആ ഫണ്ട് എടുത്ത് വീണ വിജയന്റെ വായ്പ അടയ്ക്കുന്നു. അത് മാത്രമല്ല, ആ വായ്പ കിട്ടിയതാകട്ടെ ഈ ശശിധരൻ കർത്തയുടെ സ്ഥാപനത്തിൽ നിന്നുമാണ്. അതെ, പബ്ലിക് മണി എന്ന് പറയാൻ പറ്റില്ല. സംഭവം വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം. 50 ലക്ഷം രൂപ കൈക്കൂലിയായി കൊടുത്തു. അത് ലോണായിട്ട് കാണിച്ചു. ആ ലോൺ തിരിച്ചടയ്ക്കാൻ വേണ്ടി EMI എല്ലാ മാസവും കമ്പനി തന്നെ മറ്റൊരു പേരിൽ ഈ കമ്പനിക്ക് കൊടുത്തു. ഇവർ ആ പണം ഉപയോഗിച്ചത് തിരിച്ചടച്ചു. അപ്പൊ 50 ലക്ഷം രൂപ ഒറ്റയടിക്ക് വന്നു. അതുകൂടാതെ എല്ലാ മാസവും 5 ലക്ഷം രൂപ വീണ വിജയന് വരുമാനം കിട്ടത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുത്തു. ഇങ്ങനെയാണ് നമുക്കിതിനെ ലളിതമായിട്ട് കാണാൻ പറ്റുന്നത്. ഇതിനകത്ത് ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ കോടതി ശിക്ഷിക്കുന്നവരെ നമ്മൾ കുറ്റക്കാരനായി കാണരുത് തുടങ്ങിയ മനോഹരമായ സ്റ്റേറ്റ്മെന്റുകളൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ടു. പക്ഷെ ഇത് പലരുടെയും കേസിലും മറ്റാരുടെയും കേസിലും ഇതുവരെ ബാധകമായിരുന്നിട്ടില്ല. ഇതുപോലൊരു സംഭവം വരുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റിലേക്കാണ് നമ്മൾ കാര്യങ്ങളെ കൊണ്ടെത്തിക്കേണ്ടത്. ഇത്തരം ഒരു പരിപാടി മുഖ്യമന്ത്രിയുടെ മകൾ ഇതുപോലൊരൊറ്റ സിംഗിൾ കമ്പനിയിൽ നിന്ന് ഒരു കാര്യവുമില്ലാതെ പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വളരെ സീരിയസ് ആയ ഒരു ക്രൈം തന്നെയാണ്. അതിനകത്ത് സംശയമൊന്നുമില്ല. വളരെ ശക്തമായ സ്വജനപക്ഷപാതത്തിന്റെ ഒരു ലക്ഷണമാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്, അതിന് ഇന്റന്റ് എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. ആ ഇന്റന്റ് വളരെ സിമ്പിൾ ആണ്. ഒരു കാര്യം വളരെ കൃത്യമായിട്ട് ഞാൻ പറയാം. ഇപ്പോഴും ഇടതുപക്ഷവും വലതുപക്ഷവും അടക്കമുള്ളവർ ഒരു കാര്യം മാത്രം ആവശ്യപ്പെടുന്നില്ല. അതായത് ഈ ശശിധരൻ കർത്ത എന്ന് പറയുന്ന ആൾ, അതായത് ഈ കേരളത്തിൽ നിന്ന് കരിമണൽ ഖനനം ചെയ്യാൻ സ്വകാര്യ കമ്പനികൾക്ക് അനുവാദമില്ലാതിരിക്കെ എത്രമാത്രം കരിമണൽ ലോറികൾ അനധികൃതമായിട്ട് ഇവിടേക്ക് പോയിട്ടുണ്ട് എന്നതിന്റെ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് തലകൾ ഉരുളും. അതായത് IREയിലെയും KMMLന്റെയും ഒരുപാട് ഉന്നതന്മാർ, വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് ഉന്നതന്മാർ, ഇതുപോലുള്ളൊരു വലിയ നിര, ഒരു വലിയ ഗൂഢാലോചന സംഘം ഇതിനകത്ത് പെട്ടുപോകും. പകരം എന്ത് കിട്ടി എന്നുള്ള ചോദ്യത്തിന് ഭാഗികമായിട്ടുള്ള ഒരു ഉത്തരം അതുകൂടിയായിരിക്കും. അത് പിണറായി വിജയൻ മാത്രമല്ല കേട്ടോ, മറ്റു രാഷ്ട്രീയ ആ പണം വാങ്ങിയ മറ്റു രാഷ്ട്രീയ നേതാക്കളുടെ പേര് കൂടി അതിലേക്ക് അതാ ഞാൻ പറഞ്ഞത്. ഇടത് ഭരിച്ചാലും വലത് ഭരിച്ചാലും ഈ ഒരു കാര്യം അഭംഗുരം തുടരുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ആനന്ദ് കൊച്ചുകൂടി UDF ഇക്കാര്യത്തിൽ വലിയ താല്പര്യം കാട്ടുന്നില്ല എന്നുള്ളൊരു സംശയം താങ്കൾക്കുണ്ടോ? അന്ന് ഈ ചർച്ച തുടങ്ങിയ സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. അതിന് കാരണം ഈ മാസപ്പടി ഡയറി ആകാമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ അത് തെരഞ്ഞെടുപ്പ് ഫണ്ടായിരിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ടായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് ലഘൂകരിച്ചിരുന്നു. പക്ഷേ ഇവിടെ വീണ വിജയന്റെ കേസ് വന്നതിന് ശേഷവും അത്ര ശക്തി കണ്ടില്ല. മാത്യു കുഴൽനാടൻ ഉന്നയിച്ച സമയത്തും നമ്മൾ പറഞ്ഞിരുന്നു പിന്തുണ കിട്ടുന്നില്ലല്ലോ പാർട്ടിയിൽ നിന്ന്. ഇപ്പോഴും അങ്ങനെ വരുന്നുണ്ടോ ശ്രീ ആനന്ദ് കൊച്ചുകൂടി? തീർച്ചയായും മഞ്ജുഷ്, ഇത് മുൻപും നമ്മൾ സംസാരിച്ചിട്ടുള്ള വിഷയമാണ്. അന്ന് മാത്യു കുഴൽനാടൻ ഇതിന് പുറകെ പോവുകയും എന്നാൽ അദ്ദേഹത്തിന്റെ വഴി അത്ര നല്ല വഴിയായിരുന്നില്ല. അദ്ദേഹം ഇവിടെ കേരളത്തിലെ തന്നെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.